എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റേഷൻ കാർഡ് എന്ന് പറയുന്നത് പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡ് ഇല്ലാതാവാൻ പോവുകയാണ്. മറിച്ച് ഒരു തിരിച്ചറിയൽ കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന, നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പാൻ കാർഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇലക്ട്രോണിക് അതായത് വോട്ടിംഗ് ഐ ഡി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ളൊരു റേഷൻ കാർഡ് വരാൻ പോവുകയാണ്. അതായത് ഈ റേഷൻ കാർഡ്, അതായത് ഇലക്ട്രോണിക് റേഷൻ കാർഡ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ സാർ ഫെബ്രുവരി 12-ാം തീയതി നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം നോർത്ത് സിറ്റി റേഷനിങ് ഓഫീസ് പരിധിയിലുള്ള ആളുകളിലാണ് ഈ റേഷൻ കാർഡ് പദ്ധതി ആദ്യഘട്ടം എന്ന രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മുടെ കേരളത്തിൽ മുഴുവനായും ഈ ഒരു ഇലക്ട്രോണിക് റേഷൻ കാർഡ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് റേഷൻ കാർഡിനെ കുറിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനി റേഷൻ കാർഡിനായി കാത്തിരിക്കേണ്ട. അപേക്ഷകർക്ക് സ്വയം പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് റേഷൻ കാർഡ് അഥവാ ഇ റേഷൻ കാർഡ് വരുന്നു. ഓൺലൈനായുള്ള അപേക്ഷകൾ താലൂക്ക് സപ്ലൈ ഓഫീസർ അപ്രൂവ് ചെയ്യുന്നതോടെ PDF രൂപത്തിലുള്ള റേഷൻ കാർഡ് അക്ഷയ ലോഗിനിലൂടെയോ അപേക്ഷകരുടെ സിറ്റിസൺ ലോഗിനിലൂടെയോ ലഭിക്കും. PDF ഡോക്യുമെന്റ് തുറക്കുന്നതിനുള്ള പാസ്വേഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ നമ്പറിലേക്കായിരിക്കും ലഭിക്കുക. ഇത് ആധാർ മാതൃകയിൽ പ്രിന്റ് എടുത്തും ഉപയോഗിക്കാം. നാഷണൽ ഇൻഫോമാറ്റിക്സ് സെന്ററാണ് സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക് റേഷൻ കാർഡിനായി അക്ഷയ ലോഗിനിലൂടെയോ സിറ്റിസൺ ലോഗിനിലൂടെയോ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ ട്രഷറി സംവിധാനത്തിലൂടെ അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.